വചനോദയം. മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. വചന വിചിന്തനം. ദൈവം താൻ സൃഷ്ടിച്ച ജനത്തെ ഒരിക്കലും മറക്കാതെ അവരോടൊപ്പം എന്നുമായിരിക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. ഈ ചിത്രമാണ് യോഹന്നാൻ സുവിശേഷകൻ യേശുവിലൂടെ വരച്ചു കാട്ടാൻ ആഗ്രഹിക്കുന്നത്. സ്നാപക യോഹന്നാൻ യേശുവിനെക്കുറിച്ച് നൽകുന്ന മനോഹരമായ 2 ചിത്രങ്ങളുണ്ട്. ഒന്ന്, യേശു ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയുക വഴി യോഹന്നാൻ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ യേശുവിൻ്റെ മരണത്തിലേക്കും അവൻ്റെ കുരിശുമരണം വഴി ലോകത്തിൻ്റെ രക്ഷയിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത്. പാപം നമ്മെ ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റുകയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. പാപം ഏറ്റുപറയുമ്പോൾ യേശുക്രിസ്തു നമ്മെ തൻ്റെ രക്തത്താൽ കഴുകുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. 2, യേശുവാണ് പരിശുദ്ധാത്മാവാൽ മറ്റുള്ളവരെ സ്നാനം ചെയ്യുന്നത്. കാരണം അവൻ്റെ മേലാണ് ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്നത്. പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ക്രിസ്തുവിൻ്റെ മേൽ വന്നിറങ്ങേണ്ട ആത്മാവ് പാപികളെ ഇല്ലായ്മ ചെയ്യുന്ന യോദ്ധാവിൻ്റെ ആത്മാവിനെയോ അല്ലെങ്കിൽ സിംഹത്തെപ്പോലെ ഗർജിക്കുന്ന ആത്മാവിനെയോ ആണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ലോകത്തിൻ്റെ രക്ഷകനായ ക്രിസ്തു സൗമ്യനും സമാധാനപ്രിയനുമാണ് എന്ന് സൂചിപ്പിക്കുന്നു. യേശു നമ്മളെയും സമാധാനത്തിൻ്റെ വക്താക്കളാകാനാണ് ക്ഷണിക്കുന്നത്.